ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 34 റിവ്യൂ. അഭിലാഷിന് മുട്ടൻ പണി കൊടുത്ത് നൂറ. പുറത്തെ പോസിറ്റീവ് റിപ്പോർട്ട് എന്നറിഞ്ഞപ്പോൾ കരച്ചിൽ നാടകം നിർത്തി അനുമോൾ എന്ന് ശൈത്യ. അപ്പാനെ കൊണ്ട് തന്നെ അടുപ്പിച്ച് പുറത്തു കളയുമെന്ന് മസ്താനി, കൂടെ ഷാനവാസിനെയും. വൈൽഡ് കാർഡുകൾ പണിപ്പുരയിൽ കയറി പണി കൊടുത്തത് അനീഷിന്. ജിസയിലും ആര്യനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് രണ ഫാത്തിമയിലും ബിന്നിയും. ഇന്ന് തിരുവോണ ദിവസം എല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങിയാണ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ ബിഗ് ബോസ് 7 പേരടങ്ങിയ 3 ടീമായിട്ട് എല്ലാവരും തിരിച്ചു. ശൈത്യ ക്യാപ്റ്റനായ തെക്കേടത്ത് ടീം അക്ബർ, ബിന്നി, അപ്പാനി, ആര്യൻ, ജിസൈൽ എന്നിവരാണ് തെക്കേടത്ത് ടീമിൽ. അനീഷ് ക്യാപ്റ്റനായ വടക്കേടത്ത് ടീമിൽ നെബിൽ, ഉണിയൻ, മസ്താനി, അനുമോൾ, അഭിലാഷ് എന്നിവരായിരുന്നു. രേണു സുധി ക്യാപ്റ്റനായ മൂത്തേടത്ത് ടീമിൽ ഷാനവാസ്, ലക്ഷ്മി, സാബുമാൻ, ആദില, നൂറ എന്നിവരായിരുന്നു. ആദ്യം അത്തപ്പൂ മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. ഗാർഡൻ ഏരിയയിൽ പല സ്ഥലങ്ങളിലായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന അത്തപ്പൂക്കൾ കളക്ട് ചെയ്ത് അത്തപ്പൂ ഇടണം. ഏറ്റവും നല്ല അത്തപ്പൂ ഇട്ട ടീമാണ് വിജയിക്കുന്നത്. ക്യാപ്റ്റന്മാർ തന്നെയാണ് വിധികർത്താക്കളും. ബസ്സറടിച്ചപ്പോൾ എല്ലാവരും ഓടിപ്പാഞ്ഞു വന്ന് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന അത്തപ്പൂ തട്ടിയെടുത്ത് ചിലർ മറ്റുള്ളവരുടെ അത്തപ്പൂ തട്ടിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. വിധികർത്താക്കൾ നല്ല അത്തപ്പൂ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വന്നു. നല്ല അത്തപ്പൂ അനീഷിന്റേതായിരുന്നു. പക്ഷേ ശൈത്യ അനുമോളോടുള്ള കാരണം അത് തെരഞ്ഞെടുക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങളുടേത് ഓണത്തിന്റെ പ്രതീകമായ 10 കളങ്ങളുണ്ടെന്നും അത് ട്രഡീഷണലാണെന്നും രേണുസുതിയും അതിനെ സപ്പോർട്ട് ചെയ്തു. അതിൽ തെക്കേടത്ത് ടീം വിജയിച്ചു. മനോഹരമായി തോന്നിയത് അനീഷിന്റേതായിരുന്നു. പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. പട്ടത്തിലുള്ളത് ഒന്നും ആയിരുന്നില്ലെങ്കിലും അത് അതിസുന്ദരമായിരുന്നു. അടുത്തതായിട്ട് തുടങ്ങിയത് തൊപ്പി ടാസ്ക് ആയിരുന്നു. ഒണിയലും നൂറയും അടുത്തടുത്ത് 2 കസേരകൾ ഇരിക്കുന്നു. അവരുടെ അടുത്തൊരു ഹുക്കുണ്ട്. ബസ്സർ അടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ തലയിലുള്ള തൊപ്പിയെടുത്ത് ആ ഹുക്കിൽ തൂക്കണം. ആദ്യം തൂക്കുന്നയാളാണ് ജയിക്കുക. അങ്ങനെ 3 ചാൻസുകളുണ്ട്. ആദ്യത്തെ തവണ പെട്ടെന്ന് തന്നെ ബസ്സടിച്ചപ്പോൾ നൂറ ഒണിയന്റെ തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് ഹുക്കിൽ വെച്ചു. ഒണിയനാകട്ടെ പെട്ടെന്ന് തന്നെ വെക്കാൻ സാധിച്ചില്ല. ഹുക്ക് തന്നെ കണ്ടെത്താൻ ഇച്ചിരി പാടുപെട്ടു. രണ്ടാമത്തെ ചാൻസിൽ നൂറ ഒണിയലിന്റെ ഹുക്ക് കാലുകൊണ്ട് തള്ളിയിട്ടു. ക്യാപ്റ്റനായ നെവിൻ അത് അസാധുവാക്കി. രണ്ടാമത്തെ ചാൻസ് വീണ്ടും. അതിൽ നൂറ ഒന്ന് പെട്ടെന്ന് തല ഉയർത്തി പെട്ടെന്ന് തന്നെ ഹുക്കിലിട്ടു. അങ്ങനെ ആ ടാസ്കിൽ നൂറയുടെ ടീം വിജയിച്ചു. അഭിലാഷും ബിന്നിയും നൂറയും ഒക്കെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പങ്കിട്ടു. അതിനു മുമ്പ് ഓണസദ്യ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി കഴിച്ചു, ആഹ്ലാദിച്ചു. ലക്ഷ്മിയും മസ്താനിയും ഒക്കെ ഹൗസിലുള്ളവരുടെ കൂടെ കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മാറിയിരുന്നാണ് കഴിച്ചത്. വൈൽഡ് കാർഡുകളും ഹൗസിലുള്ളവരും തമ്മിൽ ഇപ്പൊ 2 ഗ്രൂപ്പാണ്. ബിഗ് ബോസിന്റെ പല കളികളും അങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതും. പിന്നെയാണ് തൊപ്പി ടാസ്ക് നടന്നത്. നൂറയുടെ വിജയത്തിന് ശേഷം ബിഗ് ബോസ് 3 പവറുകൾ നൂറയുടെ ടീമിന് കൂടെയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ 3 സ്വയമായിട്ട് എടുക്കുകയോ ചെയ്യാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. ഫാമിലി പവർ ഏതായാലും നൂറയ്ക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അവൾ ബിന്നിക്ക് കൊടുത്തു. ബിന്നിക്ക് അത് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. നോമിനേഷൻ പവറെങ്കിലും തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അഭിലാഷിനെ ഞെട്ടിച്ചുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവറും നോമിനേഷൻ പവറും താൻ തന്നെ എടുക്കുന്നുവെന്ന് എല്ലാവരും കൈയടിച്ചു. അഭിലാഷ് സൂപ്പർ ഗെയിമർ. അഭിലാഷിന് വിഷമമുണ്ടായെങ്കിലും പുറത്ത് കാണിച്ചില്ല. പക്ഷേ പറയണമായിരുന്നു അഭിലാഷ്. കാരണം അഭിലാഷ് ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 റൗണ്ടുകളിൽ അഭിലാഷ് നല്ല മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. നൂറ അവസാനത്തെ 2 റൗണ്ടുകളിൽ മികച്ചു നിന്നു. പക്ഷേ കൂടെയുള്ള ടീമംഗങ്ങളെ പരിഗണിക്കേണ്ടതായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അഭിലാഷിനോട് നൂറ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ നോമിനേഷൻ ഏതായാലും എടുത്തില്ല, പേടിക്കേണ്ട എന്ന്. എനിക്ക് നിന്റെ സൗജന്യം ആവശ്യമില്ലെന്ന് അപ്പോഴെങ്കിലും അഭിലാഷ് പറയണമായിരുന്നു. കുഴപ്പമില്ലെന്നാണ് അഭിലാഷ് പറയുന്നത്. നീ എന്നെ നോമിനേഷൻ ഇട്ടാലും കുഴപ്പമില്ലെന്ന് പറയണമായിരുന്നു. അങ്ങനെയായിരുന്നു മാസായന്. നൂറ അങ്ങനെ നല്ല പണി കൊടുത്തു അഭിലാഷിന്. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്ക് തന്നെ നല്ല പണി കൊടുത്തു. മികച്ച ഗെയിം കളിച്ചെങ്കിലും പ്രേക്ഷക പിന്തുണ ഇതുവഴി നൂറയ്ക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഇത്തവണ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത് 7 വോട്ടുകളോടെ ജിസൈൽ, ഒണിയൽ, 12 വോട്ടുകളോടെ അഭിലാഷ് എന്നിവരെയായിരുന്നു. ടാസ്കിലെ പെർഫോമൻസ് ആണ് അഭിലാഷിനെ മുൻനിരയിലെത്തിച്ചത്. ലക്ഷ്മിയും മസ്താനിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ക്യാപ്റ്റൻ ആകണമെന്ന്. ബാക്കിയുള്ളവർ ഗുണ്ടകളെ പോലെ വന്നാണ് തങ്ങളോട് പാത്രം കഴുകാൻ പറഞ്ഞതെന്ന് മസ്താനിയൊക്കെ. അടുത്ത മത്സരം മാവേലിയുടെയും വേട്ടക്കാരന്റെയും പുലിയുടെയും ഒക്കെ രൂപം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യുക എന്നതാണ്. അതിനു വേണ്ടിയിട്ട് ടീമിൽ നിന്ന് ഒരാൾ മാവേലിയുടെ ഡ്രസ്സ് കളക്ട് ചെയ്ത് പടിപ്പുരയുടെ പുറത്ത് വന്ന് ഫിക്സ് ചെയ്യുക എന്നതാണ്. എല്ലാവരും ഡ്രസ്സിന് വേണ്ടി ഓടി. കുറെ പേർക്ക് കുറെ ഡ്രസ്സ് കിട്ടി, ചില ആൾക്കാർക്ക് തലയൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഫിക്സ് ചെയ്തത്. തലയില്ലാത്ത മാവേലി ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് രേണുസുതി വിധി പ്രസ്താവിക്കാൻ വന്നത്. ഇത്തവണയും ശൈത്യയുടെ ടീമായ തെക്കേടത്ത് ടീമാണ് വിജയിച്ചത്. ജിസയിലും ആര്യനും തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ബിന്നിയും രണയും തമ്മിൽ കുശുകുശിക്കുന്നു. ആര്യൻ പായസം വാരി കൊടുക്കുന്നു കണ്ടപ്പോഴാണ് കൂടുതൽ സംശയം. അനു പറഞ്ഞത് പിന്നെ ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് ബിന്നി. 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെയറിങ്ങെന്ന് രണ. ആര്യനെ പുറത്തൊക്കെ ഒരു സപ്പോർട്ടും കാണുകയില്ലെന്ന് രണ. ആര്യനൊരു മണ്ടനാണെന്ന് അവർ പറയുന്നു. നൂറയുടെയും അഭിലാഷിന്റെയും സാബുമാന്റെയും വീടുകളിൽ മൈജി എത്തിച്ച ഫോണും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിന്റെയും വീഡിയോ കാണിക്കുന്നു. അടുത്തത് പായസ മത്സരമായിരുന്നു. ബസ്സറടിക്കുമ്പോൾ 3 ടീമുകളിൽ നിന്നും ഒരാൾ പോയി പായസത്തിന്റെ കൂട്ടെടുത്ത് പായസം ഉണ്ടാക്കണം. അതിലും തെക്കേടത്ത് ടീമാണ് വിജയിച്ചത്. അനുമോൾ ഉണ്ടാക്കിയ പായസം അടി പിടിച്ചപ്പോൾ ചുവ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തള്ളപ്പെട്ടത്. അനുമോളിന്റെ മുഖം മാറി. ജയിച്ച ടീമിൽ ജിസൈൽ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാ സെഷനിലും വിജയിച്ച ശൈത്യയുടെ ടീമാണ് ഈ പ്രാവശ്യം മുൻനിരയിൽ എത്തിയത്. അടുത്തത് ഹൗസിൽ ഉള്ളവർ
അവർക്ക് വൈൽഡ് കാർഡുകൾ പണി കൊടുക്കുന്ന പണിപ്പുര ടാസ്ക് ആയിരുന്നു. ഇതിൽ വലിയ പണികളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ പണിയാണ് അവർക്ക് ഹൗസിലുള്ളവർക്ക് കിട്ടിയത്. ആ പണി എന്താണെന്ന് വെച്ചാൽ ഹൗസിലുള്ള ഒരാളുടെ നോമിനേഷൻ പവർ ഈ സീസൺ മുഴുവൻ റദ്ദാക്കിയിരിക്കുന്നു എന്നതാണ്. അതിന് വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുത്ത് അനീഷിനെയാണ്. ഞാൻ ശക്തനായ മത്സരാർത്ഥിയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ ഇതിൽ അഭിമാനിക്കുന്നു എന്ന് അനീഷ്. നിങ്ങളുടെ നോമിനേഷനുകൾ ബാലിശ്യമാണ്, അതുകൊണ്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് പ്രവീൺ. അനീഷിന്റെ നോമിനേഷനുകൾ അത്ര ബാലിശ്യമൊന്നുമല്ല. ഈ പണിയൊന്നും അനീഷിനൊരു പ്രശ്നമല്ല. നോമിനേഷൻ ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്ത്? ഇവർ മണ്ടന്മാര. അല്ലെങ്കിൽ നൂറയ്ക്ക് കൊടുക്കണേ. നൂറയ്ക്ക് ഓൾറെഡി 3 നോമിനേഷൻ പവർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള നോമിനേഷൻ പവർ എടുത്തു കളയണമായിരുന്നു. 3 പ്രാവശ്യം ഒരാൾക്ക് കൊടുക്കാനുള്ള പണി മിക്കവാറും നൂറ നെവിനായിരിക്കും കൊടുക്കുക. കാരണം അവരുടെ ഉള്ളിൽ നെവിനോട് നല്ല ശത്രുതയുണ്ട്. അതാണല്ലോ നെവിനെ പുറത്തയക്കാൻ അവർ നേരത്തെ ശ്രമിച്ചത്. പ്രവീൺ ലക്ഷ്മിയോട് പറയുന്നുണ്ടായിരുന്നു, ഇനി എല്ലാവരും അനീഷിനോട് ഒട്ടി നിൽക്കും. കാരണം അനീഷിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് ഇതുകൊണ്ട് അവർക്ക് മനസ്സിലായി കാണുമെന്ന്. പുറത്ത് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതിൽ പിന്നെയാണ് അനുമോൾ കരച്ചിൽ നാടകം നിർത്തിയതെന്ന് ഷൈത്യ അക്ബറിനോട് പറയുന്നു. തന്റെ ചീട്ട് കീറിയെന്ന് അപ്പാനി ശരത്ത് ആര്യനോട് പറയുന്നു. താൻ ഈ ആഴ്ച മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പാനി ശരത്ത്. ഒന്നിലും വൈൽഡ് കാർഡുകൾ തന്റെ പേര് പറയുന്നില്ല. ഒരു പണികളും വൈൽഡ് കാർഡുകൾ തനിക്ക് തരുന്നില്ല. അതിന്റെ അർത്ഥം തനിക്ക് പ്രേക്ഷക പിന്തുണ കുറവാണെന്നല്ലേ. അപ്പാനിയെ കൊണ്ട് തന്നെ അടുപ്പിച്ച് പുറത്തേക്ക് അയക്കുമെന്ന് മസ്താനി. കഴിഞ്ഞ ദിവസം ഷാനവാസും തന്നെ അടിക്കാൻ വേണ്ടി വന്നുവെന്നും താൻ കുറേയേറെ ട്രിഗർ ചെയ്തു, പോടാ എന്ന് ട്രിഗർ ചെയ്തുവെന്നും മസ്താനി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അപ്പാനെങ്ങാൻ തല്ലിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സിജോയ്ക്ക് കിട്ടിയതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പൊക്കി എടുത്തുകൊണ്ട് പോകും മസ്താനി അപ്പം ഔട്ടാവില്ല. എന്തൊരു മണ്ടിയാണ് അവിടെ. പ്രേക്ഷകരുടെ സപ്പോർട്ടും കിട്ടില്ല. കാരണം മസ്താനി ചെയ്യിപ്പിച്ചതാണല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ മസ്താനി വലിയ താമസമില്ലാതെ പുറത്തു പോകും. കാരണം പ്രേക്ഷക പിന്തുണ ഒട്ടും മസ്താനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. മസ്താനിയുടെ ക്ലെയിം വളരെ വീക്കാണ്.